കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസ് വിചാരണ ഘട്ടത്തിലേക്ക്. പ്രതികളെ ഇന്ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. CPI മുൻ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ അംഗം N ഭാസുരാഗനും മകനുമടക്കം 6 പേരാണ് പ്രതികൾ. 3,22,00,000 രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. ഭാസുരാഗനും മകനും റിമാൻഡിൽ തുടരുകയാണ്. CPI നേതാവും കണ്ടല സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ N ഭാസുരാഗൻ, മകൻ അഖിൽജിത്ത്, ഭാസുരാഗന്റെ ഭാര്യ ജയകുമാരി, മക്കളായ അശ്വതി, അഭിമ, അശ്വതിയുടെ ഭർത്താവ് BR ബാലമുരുകൻ എന്നിവരാണ് പ്രതികൾ. പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതോടെ വിചാരണ നടപടികൾക്ക് തുടക്കമാകും. 3,22,00,000 രൂപയുടെ ക്രമക്കേടാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. ഭാസുരാഗന്റെ നിയമന തട്ടിപ്പുകൾ, മറ്റ് ക്രമക്കേടുകൾ എന്നിവയിൽ ED അന്വേഷണം തുടരുകയാണ്. 7,000 പേജുള്ള കുറ്റപത്രമായിരുന്നു കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED സമർപ്പിച്ചിരുന്നത്. ഭാസുരാഗന്റെയും മകൻ അഖിൽജിത്തിന്റെയും ജാമ്യാപേക്ഷ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കലൂരിലെ PMLA കോടതി നേരത്തെ 2 തവണ തള്ളിയിരുന്നു. ജാമ്യാപേക്ഷകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണിപ്പോൾ. 2023 നവംബർ 21-നായിരുന്നു പ്രതികൾ അറസ്റ്റിലായത്. പ്രതികളുടെ 1,02,00,000 രൂപയുടെ സ്വത്ത് ED കണ്ടുകെട്ടിയിട്ടുണ്ട്. നടപടി ചോദ്യം ചെയ്ത് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 3,22,00,000 രൂപയുടെ തട്ടിപ്പാണ് ആദ്യഘട്ട അന്വേഷണത്തിൽ വ്യക്തമായതെങ്കിലും തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണ്. അനധികൃത വായ്പകൾക്കും നിയമനങ്ങൾക്കുമായി ഭാസുരാഗന് മേൽ സമ്മർദ്ദം ചെലുത്തിയവരെ കേന്ദ്രീകരിച്ച് 2ാം ഘട്ട അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് 1ാം ഘട്ടം വിചാരണ നടപടികളിലേക്ക് എത്തിയിട്ടുള്ളത്. ഭാസുരാഗനും അഖിൽജിത്തും ഒഴികെയുള്ളവർക്ക് നിബന്ധനകളോടെ ജാമ്യം ലഭിച്ചിരുന്നു. ഈ പ്രതികളെയും നിരവധി തവണ ED ചോദ്യം ചെയ്തിട്ടുണ്ട്. മതിയായ ഈടില്ലാതെ ലോണുകൾ അനുവദിക്കുന്നതിൽ ഭാസുരാഗൻ ഇടപെട്ടിരുന്നു. 2006-ൽ കോൺഗ്രസ് വിട്ട് CPIയിലെത്തിയ ഭാസുരാഗൻ പല രാഷ്ട്രീയ ഉന്നതർക്ക് വേണ്ടിയും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ജനം, കൊച്ചി.